അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും സമ്പൂർണ്ണ പങ്കാളിത്തത്തോടെയുള്ള ഏറ്റവും കാര്യക്ഷമമായ പഠന പ്രക്രിയ ഉറപ്പുവരുത്തുന്ന ഇന്ററാക്റ്റീവ് ടെക്നോളജിയിലുള്ള വൈറ്റ് ബോർഡുകളുടെ വിതരണോദ്ഘാടനം അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ MLA നിർവഹിച്ചു. ഇരിങ്ങാലക്കുട ലയൺസ് ക്ലബ്ബ് ഹാളിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർമാൻ സതീഷ് പുളിയത്ത് അധ്യക്ഷത വഹിച്ചു. റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ S. അനിൽകുമാർ, അസിസ്റ്റന്റ് ഡയറക്ടർ TK ഗീത എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ബേബി ജോസ് കാട്ട്ല, NC വാസന്തി, K. ലളിത, AK ദേവരാജൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ഇരിങ്ങാലക്കുടയിൽ നടപ്പിലാക്കുന്ന വിവരസാങ്കേതിക വിദ്യാധിഷ്ഠിത വിദ്യാഭ്യാസ പദ്ധതിയുടെ 5ാം ഘട്ടമായാണ് ക്ലാസ് മുറികളിൽ വൈറ്റ് ബോർഡുകൾ സ്ഥാപിക്കുന്നത്. 2005 അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി മുഹമ്മദ് ബഷീർ കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മേഖലയിലെ കമ്പ്യൂട്ടർ സാക്ഷരത നിയമോന്മുടനുമായി ഇരിങ്ങാലക്കുടയെ പ്രഖ്യാപിക്കുകയുണ്ടായി. തുടർന്ന് നമ്മൾ അങ്ങോട്ട് വിദ്യാലയങ്ങൾ LCD ഫയലുകൾ നൽകി, ഹൈടെക് പൊസിഷൻ ലാബുകൾ നൽകി, നമ്മൾ വിവിധ വിഷയങ്ങളിലെ സീഡികൾ നൽകി, പ്രൊഫഷണൽ വിദ്യാഭ്യാസം നൽകുന്ന സീഡികൾ നൽകി. ഇപ്പോൾ നമ്മൾ നൂതന സാങ്കേതിക വിദ്യയുമായി രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. ഇതിലൂടെ ബഹുമാനിയെ ഗോപിച്ച് സൂചിപ്പിച്ചു. വൈറ്റ് ബോർഡ് സംവിധാനം, കമ്പ്യൂട്ടർ സംവിധാനവും ഇന്റർനെറ്റ് സംവിധാനവും ഒക്കെ എല്ലാം കൂടി യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു പുതിയ ഉത്തമമായിട്ടുള്ള ഒരു സംവിധാനമാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ലോകോത്തര നിലവാരമുള്ള ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ വളരെ അധികം മുൻപന്തിയിൽ വന്നിട്ടുള്ള പട്ടണങ്ങളിൽ മാത്രം ഉള്ള വിദ്യാലയങ്ങളിലെ കുട്ടികൾ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലെ സ്ഥാപനങ്ങൾ ഉപയോഗിക്കുന്ന ആ സംവിധാനത്തെയാണ് നമ്മൾ ഇരിങ്ങാലക്കുടയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്.